ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെക്കാനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ ദുആയാണ്. ദുആക്ക് ഇജാബത്തുള്ളവരായി നമ്മൾ മാറണം. നമ്മളത് മാറുന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തുസക്കി ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണം. പരിശുദ്ധമാക്കപ്പെട്ട റജബ് അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസുകൊള്ളൊരു രീതി നീ എടുക്കണ്ട. അകം ശുദ്ധിയാക്കാതെ നല്ല കമീസൊക്കെ ഇട്ട് ഷാളൊക്കെ ഇട്ട് തൊപ്പി വെച്ച് ഞാൻ എന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എന്നെ പറ്റി പറഞ്ഞാൽ നമ്മളിങ്ങനെ കമീസ് ചുബെന്ന് ഇട്ട് കാതേരം അകം ശുദ്ധിയാക്കാതെ പുറം നീ മിനുക്കി നടക്കണ്ട. അത് കക്കൂസ് പോലെയാണെന്ന്. കക്കൂസൊക്കെ ഇന്നത്തെ വീട്ടിലെ കക്കൂസ് കണ്ടാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ബാത്റൂം ഉണ്ടാക്കുന്നത്. അടിപൊളിയാ കാണാൻ. ബാത്റൂമിനെ കാട്ടി സെറ്റപ്പാണ് ഇപ്പോഴത്തെ വീട്ടിലെ കക്കൂസ്. പക്ഷേ ഉള്ളിൽ മാലിന്യമാണ്. ഉദ്ദേശശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ, പൊൻകട്ടിയെന്നാൽ തന്നെയും മണ്ണ്-കട്ടയാ. ഉദ്ദേശശുദ്ധി ഇല്ലാതെ നീ എന്തൊക്കെ, അത് സ്വതക്കയാണെങ്കിലും സക്കാത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും നീ ചെയ്യുന്ന എന്ത് നന്മയാണെങ്കിലും സാമൂഹിക പ്രവർത്തനമാണെങ്കിലും ഉദ്ദേശശുദ്ധി ഇല്ലാതെയാണ് നീ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു അണുമണിക്കിട വില ജനങ്ങളുടെ മുന്നിലുണ്ടാവില്ല, പടച്ചവന്റെ മുമ്പിലുണ്ടാവില്ല. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ, കലർപ്പെന്ന് കണ്ടാൽ മുഴുവനും നശിക്കുന്നതാ. ഉള്ളിലാണുള്ള നമുക്ക് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഈ പ്രസംഗം അടക്കം, ദിക്റ്, സ്വലാത്ത് ഒക്കെ റബ്ബ് നോക്കുന്നത് വായിലൂടെ ഈ പുറത്തു വിടുന്ന ഈണത്തിന്റെയും വാക്കുകളുടെയും പ്രഭവത്തിന്റെയും വില കൊണ്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ നോക്കുക അല്ലാഹ്. അതുപോലെ കലർപ്പുണ്ടെങ്കിൽ എടുത്ത് വെള്ളയിക്കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത് ശുദ്ധി